ഒരു മനുഷ്യൻ്റെ ഈമാൻ അത് പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം ലജ്ജയാണ്. ലജ്ജയില്ലെങ്കിൽ പിന്നെ ഒരു മനുഷ്യൻ്റെ ഈമാൻ മരിച്ചു എന്നർത്ഥം. പിന്നെ അവൻ ജീവിക്കുന്നൊരു രൂപമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ലജ്ജയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇബാദത്തുകളുടെയൊക്കെ അടിസ്ഥാനം ലജ്ജയാണ്. ഇന്ന് എല്ലാവിധ ഇബാദത്തുകളും ഉണ്ട്. എല്ലാ ഇബാദത്തുകളും നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഇനിയിപ്പോൾ റീൽസിന് വേണ്ടിയും ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഇബാദത്തുകളൊക്കെ നടക്കുന്നുണ്ട്. മജ്ലിസുകളും നിസ്കാരങ്ങളും ദുആകളും തുടങ്ങിയ സ്വതക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ലജ്ജയില്ല. ലജ്ജയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലജ്ജയില്ലെങ്കിൽ പിന്നെ ഈമാൻ മരിച്ചു, യാതൊരുവിധ കാര്യവുമില്ല. പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചു, അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറയാ, ലജ്ജ ഈമാൻ്റെ ശാഖയാണ്. ലജ്ജയില്ലെങ്കിൽ ഈമാനില്ല. അവൻ്റെ പ്രവർത്തനങ്ങളൊന്നും പരിപൂർണമാവില്ല. പരിപൂർണമാവണമെങ്കിൽ ലജ്ജ അതിൻ്റെ അടിസ്ഥാനമായ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ലജ്ജയാണ്. സ്ത്രീയുടെ ഭംഗി അത് വസ്ത്രം ധരിക്കലാണ്, വസ്ത്രം അഴിച്ചിടലല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ശരീരം മറക്കലാണ് ലജ്ജ, തുറന്നിടലല്ല. അത് തുറന്നിടുന്നത് ലജ്ജയല്ല, അത് ലജ്ജയില്ലായ്മയാണ്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ലജ്ജ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാന് ഭംഗിയുണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലജ്ജയെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ലജ്ജയെപ്പറ്റി സൂചിപ്പിച്ചു. അങ്ങേയറ്റം ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ലജ്ജിക്കുന്ന ആളാണ്. ലജ്ജ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിനൊരു ഭംഗിയുണ്ടായിരുന്നു. അൻസാരി വനിതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരൊക്കെ ലജ്ജ കൊണ്ടാണ് അവരുടെ ഈമാന് ഭംഗി കൂട്ടിയത്. ലജ്ജ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഈമാൻ്റെ ഭംഗി കുറയും. ഒരു മനുഷ്യൻ്റെ നാശം സംഭവിക്കുന്നതന്നെ അവനിൽ നിന്ന് ലജ്ജ പോകുമ്പോഴാണ്. ലജ്ജയില്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നാശത്തിന് തുടക്കമാണ്. അവൻ്റെ ഇബാദത്തുകൾക്കൊന്നും അർത്ഥമില്ലാതെയായി പോകും. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളമാണ് നമ്മളെ ആളുകൾക്കിടയിലുള്ള ലജ്ജ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ. എല്ലാ സ്ത്രീകളെയും കുറ്റപ്പെടുത്തുന്നില്ല, എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നില്ല. ചില സ്ത്രീകളിൽ ഉള്ള തോന്നിവാസങ്ങൾ എത്രമാത്രമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. 19-ാം നൂറ്റാണ്ടിൽ അല്ലേ ചാനാർ ലഹള, നമ്മളെല്ലാവരും പഠിച്ചൊരു കാര്യമാണത്. ചാനാർ ലഹള 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്ത് നടന്ന ഒരു പ്രസിദ്ധമായ സമരങ്ങളിലൊന്നാണത്, ചാനാർ ലഹള എന്ന് പറയുന്നത്. നമ്മളൊക്കത് സ്കൂൾ കാലഘട്ടങ്ങളിലും അല്ലാതെയും ഒക്കെ നമ്മളത് വായിച്ചും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയൊരു കാര്യമാണ്. മാറുമറക്കാൻ വേണ്ടി താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ അന്നത്തെ സർക്കാരിനെതിരെ ചെയ്ത ഒരു സമരം. അന്ന് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് മാറുമറക്കാൻ, മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശമുള്ളൂ. അല്ലാത്തവരൊക്കെ വെറും ഉടുമുണ്ട് മാത്രം ധരിച്ചിട്ട് നടക്കുന്ന സാഹചര്യം. വെറും ഒരു തുണി എടുത്ത് ഇങ്ങനെ നടക്കുന്ന, ആണും പെണ്ണായാലും തുണി മാത്രം എടുക്കാൻ പറ്റുള്ളൂ. മേല് മറക്കാൻ വേണ്ടി പാടില്ല. ആണായാലും പെണ്ണായാലും താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അത് അനുവദിച്ചിരുന്നില്ല. അതിനെതിരെ അവർ സമരം ചെയ്തു. ഞങ്ങൾക്ക് മേൽമുണ്ട് ധരിക്കണം, മാറുമറക്കണം, മാന്യതയുള്ള വസ്ത്രമിട്ട് ധരിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സ്ത്രീകളടക്കം അടങ്ങുന്ന നവോത്ഥാന നായകന്മാർ നടത്തിയ സമരമാണ് മാറുമറക്കൽ സമരം, ചാനാർ ലഹള അല്ലേ. 1859 ജൂലൈ 26 അതിൽ ഫലം കണ്ടു. അന്നത്തെ സർക്കാർ അത് വിളംബരം ചെയ്തു. ഇനിയുള്ള എല്ലാ സ്ത്രീകൾക്കും മാറുമറക്കാം. ജാതി മത ഭേദമന്യ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും മാറുമറക്കാം. എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും മാറുമറക്കാം. മാറുമറക്കാനുള്ള അവകാശം നേടിയെടുത്ത കേരളത്തിൽ ഇന്ന് പല സ്ത്രീകളും എന്താണ് തുറന്നിട്ടാൽ പ്രശ്നമെന്ന് ചോദിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. തുറന്ന് നടന്നാൽ എന്താണ് പ്രശ്നം? അങ്ങനത്തെ വസ്ത്രം ഇട്ട് നടന്നാൽ എന്താണ് പ്രശ്നം? അതിനെ ചോദ്യം ചെയ്ത് അവർ പറയും, ദാറ്റ് മൈ ചോയ്സ്, എൻ്റെ ഇഷ്ടം, എൻ്റെ അവകാശം, ഞാൻ അധ്വാനിക്കുന്ന പൈസ. ആർക്കാണ് ഇതിൽ ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ആർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര വൃത്തികെട്ട, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ഒരു സാഹചര്യമാണ് പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മനുഷ്യനാണ് ലജ്ജയുള്ള ജീവി. ഇനി ഇത് എത്ര കാലം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എത്ര കാലം അത് കീപ്പ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അത്യാവശ്യമൊക്കെ പോയി തുടങ്ങിയത്,
അത്യാവശ്യം എന്നല്ല, എത്രയും നമ്മൾ അതിനെ പറയാം. ഒരുപാട് പോയി തുടങ്ങി, ലജ്ജ മനുഷ്യരിൽ നിന്ന് പോയി തുടങ്ങി, പ്രത്യേകിച്ച് അത് സ്ത്രീകളിൽ നിന്നാണ് ഭയങ്കരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് അർത്ഥമില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണ ദിവസം ഒരുക്കി കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരുത്തിയപ്പോൾ ആയിഷ ബീവിക്ക് ഉണ്ടായിരുന്ന ലജ്ജയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? പുതുമണവാട്ടിക്ക് ഉണ്ടാവുന്ന ലജ്ജ. ഇന്ന് പുതുമണവാട്ടിക്ക് ലജ്ജയുണ്ടോ? ബഹുഭൂരിഭാഗം, എല്ലാവരും പറയുന്നില്ല, ബഹുഭൂരിഭാഗം ലജ്ജയുണ്ടോ? ഇല്ല. എന്താണ് കാരണം? നമ്മളൊക്കെ സേവ് ദി ഡേറ്റിന്റെ മുമ്പേ ബന്ധം തുടങ്ങുന്ന ആളുകളാണ്. ഇന്ന് നിക്കാഹിന് മുന്നേ കൂടെ താമസിക്കുകയും റിസോർട്ടിൽ പോവുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മളുള്ളത് അല്ലേ? നമ്മൾ ജീവിക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. നിക്കാഹ് വേണ്ട, നിക്കാഹിന് മുന്നേ ബന്ധം തുടങ്ങിയ ഹറാമാണ്, ഒരു സംശയവുമില്ല, അത് ഹറാമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വീക്ഷണമനുസരിച്ച് നിക്കാഹിന് മുന്നേ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം അത് തികച്ചും ഹറാമാണ്. അവിടെ മുതലേ ബന്ധം തുടങ്ങുമ്പോൾ പിന്നെ അത് മണിയറയിലെത്തുമ്പോഴേക്കും ലജ്ജയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്ത്രീകളിൽ നിന്ന് ലജ്ജ എടുത്തു പോകാനുള്ള കാരണം. മോഡേണിസത്തിലൂടെ ചിന്തിക്കുകയാണ്. ഇസ്ലാമില്ലാത്തൊരു ജീവിതം, ഇസ്ലാം വേണ്ട, അതൊക്കെ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കയറാത്തവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാ പറയാ, 6-ാം നൂറ്റാണ്ടിൽ കടന്ന് ജീവിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഹിജാബ് ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും കുറ്റപ്പെടുത്തും. ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണ്ടേ, അവരിട്ടിരിക്കുന്ന വസ്ത്രം അവർ പറയുന്നു അവരുടെ സ്വാതന്ത്ര്യമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഹിജാബ് ഇട്ട് നടക്കുന്ന ആളുകളുടെ വസ്ത്രം അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അല്ലേ? അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? നല്ല വസ്ത്രം ധരിക്കലാണ്, മാന്യമായ വസ്ത്രം ധരിക്കലാണ് ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം. മാന്യമായ രീതിയിൽ ഭാര്യയോട് ഇടപഴകലാണ്, ഉമ്മയോട് ഇടപഴകലാണ്, സമൂഹത്തിനോട് സംസാരിക്കലാണ് പുരുഷന്റെ സൗന്ദര്യം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതിൻ്റെ ഭംഗി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. ലജ്ജയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈമാന്, നമ്മൾ നിസ്കരിക്കുന്നതിലും നോമ്പ് നോക്കുന്നതിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൊക്കെ അള്ളാഹു സ്വീകരിക്കണം എന്നൊരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കതിന് ലജ്ജ വേണം. ലജ്ജയില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ല. നമ്മൾ സൂചിപ്പിച്ചു മേക്കപ്പ് ഇടുന്നതിനെ കുറിച്ചിട്ട് അല്ലേ? മേക്കപ്പ് ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ആരാണ് അതിന് എതിർക്കുന്നത്? ഇത് അന്യപുരുഷന്റെ മുന്നിൽ അഴിഞ്ഞാടാൻ വേണ്ടി ഇടുന്നിടത്താണ് പ്രശ്നം. ഭർത്താവിന് വേണ്ടി ഇടുന്നതാണെങ്കിൽ അതിന് പ്രശ്നമല്ല. ഇന്ന് ഇടുന്നത് ഭർത്താവിന് വേണ്ടിയിട്ടല്ല, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. പുറത്തിറങ്ങി 4 ആളെ കാണിച്ച് അല്ലേ, അതിലൂടെ ഒരു നേട്ടം നേടിയെടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ മേക്കപ്പ് ഇടുന്ന ആളുകളോടാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിച്ചോളൂ, മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ് ഇട്ടോളൂ, അതിനൊന്നും പ്രശ്നമല്ല. 4 ആൾ കാണണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് ലജ്ജയില്ലാത്ത പണിയാണ്, ലജ്ജയില്ലാത്തൊരു ജോലിയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ലജ്ജയില്ലെങ്കിൽ ജീവിതം കൊണ്ട് അർത്ഥമില്ല. ഈമാൻ മരിച്ചുപോയി, അമലുകൾ വെറുതെ ചെയ്യുന്നു എന്നുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ.